ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു ഷെയ്ക്ക് റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കാം. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒത്തിരി ഇതിന്റെ സീസൺ ഇതെന്ന് പറഞ്ഞാൽ ആത്തച്ചക്കയാ കേട്ടോ. ഞാൻ പറിച്ചു വെച്ച് പഴിപ്പിച്ച് അതിന്റെ ഒരു കളറിന്റെ ഒരു വ്യത്യാസം ഫ്രിഡ്ജിനകത്ത് വെച്ചതാ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആത്തച്ചക്ക പറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറിച്ചു വെച്ച കിളി കൊണ്ടുപോകായിട്ട് ഞാൻ പറിച്ചു വെച്ചതാട്ടോ. അപ്പൊ അത് ഇപ്പൊ പഴുത്തു. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോ ഇപ്പൊ ഏതായാലും ഒരു ചൂടുകാലം, ഒരു ഭയങ്കര പരവേശമൊക്കെ ഉള്ള സമയമല്ലേ. അപ്പൊ ഒരു ഷെയ്ക്ക് അങ്ങ് അടിച്ചാലോ നോക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഞാനിങ്ങനെ വന്നത് കേട്ടോ. ആത്തച്ചക്ക കൊണ്ട് ഒരു ഷെയ്ക്ക്. അപ്പൊ ഞാൻ അതിനകത്ത് എന്താണെന്നറിയോ, ആത്തച്ചക്ക ഇത് ചെറുതായി, ഇത് മുഴുവൻ വേണമെന്നില്ല, ഞാനത് എടുത്തു നോക്കട്ടെ. പിന്നെ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് കട്ടയാക്കിയതാട്ടോ. തിളപ്പിച്ചിട്ട് ആ പാക്കറ്റോടെ അങ്ങോട്ട് ഒഴിക്കാനല്ല, തിളപ്പിച്ചിട്ട് അത് തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയുള്ളതാണ്. പിന്നെ ഇത് ബൂസ്റ്റ് ഒരു ചെറിയ പാക്കറ്റ്, പിന്നെ ഇത് കാഷ്യൂ നട്ടൊക്കെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയുണ്ട്. പിന്നെ ഒരു 3-4 ഇതെല്ലാം വേണ്ട, 3-4 ഏലക്ക തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയാട്ടോ. നമ്മുടെ ഈ ആത്തച്ചക്ക നമുക്ക് മുറിച്ച് ഇതിന്റെ അകത്തേക്കുണ്ടോ, ഇതുണ്ടോ, വലുതൊക്കെ ഉണ്ടായിരുന്നേ, മുഴുവൻ എല്ലാം പോയി, ഇരുന്ന് പോയതല്ല, പക്ഷി കൊണ്ടുപോയത്. ഇത് ഏറ്റവും ചെറുതാട്ടോ. ഇതിന്റെ അകത്ത് ഇത് കണ്ടോ, കുറേ കുരുവുണ്ട്. ആ കുരുവൊക്കെ നമുക്ക് ഇങ്ങനെ വേർതിരിച്ചെടുക്കണം കേട്ടോ. അതിന് നമുക്ക് ഇങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ മതി. ഇങ്ങനെ കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഇത് വരും കേട്ടോ. നല്ല രസമായി ഇത്. ഇങ്ങനെ എനിക്കിഷ്ടമായി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇടാൻ. ഇത് കണ്ടോ, പെട്ടെന്ന് വരും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാണ്ടല്ലോ ഒന്നുകൂടെ നന്നായിട്ടത് വരും. അതുകൊണ്ടാണ്. പക്ഷെ കളറിന് ഇച്ചിരി ചേഞ്ച് വരും കേട്ടോ. ഈ ഫ്രിഡ്ജിനകത്ത് നമ്മൾ എന്ത് സാധനം വെച്ചാലും അങ്ങനെ. ഇതുണ്ടോ, പെട്ടെന്ന് അത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, പെട്ടെന്ന് ഇത് നമുക്ക് ഇതിനകത്തോട്ട് വടിച്ചിങ്ങനെ ഒഴിക്കാം. എന്നിട്ട് ആ കുരു നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് കാണാം, ഇത് ഞാൻ ഇതുണ്ടോ ഒരെണ്ണം ഇത് ഇങ്ങനെ. ഇനി ഈ കുരു ഉണ്ടല്ലോ, ഇതിനധികം കുരു ഇല്ല കേട്ടോ. ഈ കുരു മാറ്റാൻ എളുപ്പമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ മിക്സിക്കകത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്താൽ ഇത് വേർതിരിച്ചെടുക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് കുരു കുറവായതുകൊണ്ട് നമുക്ക് അല്ലാതെ തന്നെ ഇത് വേർതിരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ആത്തച്ചക്ക ഉണ്ടല്ലോ, ആത്തച്ചക്ക അതിന്റെ കുരു ഞാൻ വേർതിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. അത് ഇത്തിരി നമുക്ക് നല്ല ക്ഷമ വേണം അത് എടുക്കണമെങ്കിൽ. ആ കുരുവേ വേർതിരിച്ചെടുക്കാൻ അതിന്റെ പൾപ്പാണ്. ഇത് കണ്ടോ, ഇടയ്ക്ക് ഓരോ കുരു ഇല്ല അത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇനിയിപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. ഇത് ഈ കുരു വേർതിരിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഈ കാഷ്യൂനട്ടൊക്കെ കൂടിയാണ് ഞാൻ ഇതിലോട്ട് ഇടുവാട്ടോ, കാണിച്ചത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് പൾപ്പ്, അതും ഇങ്ങോട്ടിങ്ങനെ തട്ടി കൊടുക്കാം. ഇത് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു ആ കുരു വേർതിരിക്കുന്ന മാത്രമേ ഒത്തിരി പാടുള്ളൂ. ഒക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെന്താ, ഇത് നമ്മുടെ ഏലക്ക തൊണ്ട് കളയണം കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഏലക്കായിലെല്ലാം ഇങ്ങനെ കീടനാശിനിയൊക്കെ അടിച്ചു വരുന്ന, അപ്പൊ അതിന്റെ തൊണ്ട് ഉപയോഗിക്കല്ലേ കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഇത്തിരി പഞ്ചസാര വേണമെങ്കിൽ മാത്രം. പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ കുഴപ്പമൊന്നുകൂടെ നല്ല കേട്ടോ. ഞാനത് പൊടിച്ചൊന്നും വെച്ചില്ല. അപ്പൊ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഒരു 3 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ചെറിയ ആത്തക്കാപ്പഴമാണ് അത്, കണ്ടല്ലോ അല്ലെ. അപ്പൊ ഇനി എന്താന്ന് വെച്ചാ നമുക്ക് ഈ പാല് കട്ട പാലാട്ടോ. ഇതുണ്ടോ, കാണാവോ? ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കട്ടയാകൊണ്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പയ്യെ ചാടും കേട്ടോ.
ആ കട്ട പിടിച്ച് പോരാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. അത് ഇത് 1/2 ലിറ്റർ പാലാണ്. തിളപ്പിച്ചിട്ട് വേണം നമ്മളത് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കാം കേട്ടോ. ഈ പാക്കറ്റോടെ നമ്മളങ്ങോട്ട് തട്ടി കൊടുക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ ഇതിനകത്ത് ഇടുന്നതെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മുടെ ബൂസ്റ്റ് കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടല്ലോ, ആ പാൽപ്പൊടി ആണേലും ഇട്ടാൽ മതി കേട്ടോ. ഇതേ ഇത്തിരി മതി, ഒരു പാക്കറ്റ് അത് മുഴുവൻ വേണ്ട. പഞ്ചസാര ഇട്ടു, ഏലക്ക ഇട്ടു, ഏലക്കാപ്പൊടി അല്ലാതെ ഇട്ടു. പിന്നെ എന്താ ബൂസ്റ്റ് ഇട്ടു, പിന്നെ കട്ട പിടിപ്പിച്ച പാല്, പിന്നെ എന്താ നമ്മുടെ മെയിൻ ഹീറോ നമ്മുടെ ആത്തപ്പഴത്തിൻ്റെ പൾപ്പ് കൂടി ഇട്ടു. ഇനി ഇപ്പം എന്താന്ന് വെച്ചാൽ നമുക്കിതൊന്ന് പയ്യെ ചുറ്റിച്ചെടുക്കാം. ഇപ്പോഴത്തേനും നമ്മുടെ സൂപ്പർ റെഡിയാവും. അപ്പം നമുക്കിതൊന്ന് പയ്യെ ഒന്ന് ഒറ്റ ചുറ്റ് അത് മതി കേട്ടോ. അല്ലെ എന്താണെന്നറിയോ, കൊഴുപ്പ് കുറഞ്ഞു. ഇപ്പം തന്നെ കൊഴുപ്പ് കുറയും. പയ്യെ ഒന്ന് തിരിച്ചെടുക്കാം. അത് മതി കേട്ടോ. ഇനി ഇതുണ്ടോ, നമുക്കിനി വേറെ ഒരു ക്ലാസ്സിലോട്ട് ഇത് മാറ്റാം കേട്ടോ. ഇതിന് മധുരമൊക്കെ ഒത്തിരി മധുരം വേണ്ടല്ലോ. അപ്പോൾ ഈ സമയം ഈ നമ്മുടെ ആത്തപ്പഴത്തിന് കുറേ നല്ല മധുരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഷുഗർ ആഡ് ചെയ്യണ്ട. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. നമുക്കിനി ഒന്ന് വേറൊരു ക്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒറ്റയ്ക്ക് ഭയങ്കര അടപ്പ്. അപ്പം ഇതാ നമുക്കേ ഒന്ന് പാർന്ന് നോക്കാം കേട്ടോ, ഈ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കണ്ടോ, ഹായ് നോക്കൂ. ഗ്ലാസ് കുറച്ചുകൂടെ ഉണ്ടല്ലോ. ഇത് ശരിക്കും അരിച്ചൊക്കെ ഇട്ടുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളത്തിൻ്റെ ഒന്നുകൂടെ, പക്ഷെ ഷേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ല കുറുകിയിരിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടു ഇതില്ലാതെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഇതിലോട്ട് ഒരു ഇത്തിരി നമ്മൾ ഒന്ന് കടിക്കുന്ന നല്ല രസമല്ലേ. അപ്പം നമുക്ക് ഈ കാഷ്യൂനട്ടും ബദാമും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ, എൻ്റെ എല്ലാം ഒന്നുമില്ല, ബദാമും കാഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഈത്തപ്പഴത്തില്ലേ അതില്ല, അതും കൂടെ നമ്മുടെ ഷുഗറിന് പകരം ഈ ഈത്തപ്പഴത്തിൻ്റെ ഒരു 2 ഈന്തപ്പഴം അതിൻ്റെ 2 ടേസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതാണ് എന്തൊരു നല്ല രസമാണ് അറിയോ. ഇത് നോക്കി, നമ്മുടെ സൂപ്പർ ആത്തപ്പഴം ഷേക്ക് ഞൊടി തയ്യാറാവും കേട്ടോ. എന്തൊരു ഗുണങ്ങളുണ്ടെന്നറിയോ ഈ ആത്തപ്പഴത്തിനെ സംബന്ധിച്ച്. ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഒത്തിരി നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ലതാണത്, അനുഭവം ഉണ്ട് കേട്ടോ. ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്ക് ഈ നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അതൊക്കെ നല്ലതാണ്. അതൊക്കെ പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വെച്ചാൽ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചോടെ സ്കിന്ന് നല്ല ഗ്ലോ ഉണ്ടാകുക, നല്ലൊരു തിളക്കം ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കുടിച്ചുകൊണ്ടല്ല, വല്ലപ്പോഴും ഒക്കെ ആത്തപ്പോഴും പല രീതിയിൽ കഴിക്കും. പല രീതിയിൽ ഒന്ന് ഷേക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പം നമ്മൾ ഷേക്കായിട്ടല്ലേ, പിന്നെ വെറുതെ കഴിക്കാം, ജ്യൂസ് അടിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതുകൊണ്ട്. അപ്പോൾ എന്താ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നതിലൂടെ എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ നമ്മുടെ തൊടിയിലുള്ള ഒരു വലിയ അത്ര ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അടുത്തുള്ളതിന് നമുക്ക് വരൂലല്ലോ, ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ അതൊന്നും അല്ല. വിറ്റാമിൻ എയുടെ ഒക്കെ ഒത്തിരി, പിന്നെ വിറ്റാമിൻ എ ഉണ്ട് ഒത്തിരി, പിന്നെ വിറ്റാമിൻ സി ഉണ്ട്. അതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഒത്തിരി കൂടും. വിറ്റാമിൻ സി ഒക്കെ അതിൻ്റെയൊക്കെ ഒത്തിരി ഉള്ള ഒരു ഫലം തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ പതിവ് പോലെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താന്നോ, അമ്മയുണ്ട് കേട്ടോ. അമ്മ ഇതിലോട്ട് ഇറങ്ങി ഇത്തിരി ചോറിലിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതാ നോക്കൂ,
എന്തോരും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ അവർക്ക് ഞാൻ തള്ളു വന്നല്ല കേട്ടോ. ഇന്ന് പറയാം, സൂപ്പറാട്ടോ. നിങ്ങളോട് എനിക്ക് ഒരു പായസം അങ്ങനെയൊക്കെ ഒരു ഏലക്കായും ഒക്കെ ഇട്ടല്ലോ, നല്ല സ്വാദം കേട്ടോ, ഭയങ്കര. ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എനിക്കിപ്പം നമ്മൾ എന്താണ് ഷാർജയൊക്കെ ഉണ്ടാക്കൂലേ, അതിലുമൊക്കെ ഈ സീതപ്പഴം അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാം. അതിലും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു ഇതാട്ടോ. ഒന്ന് നോക്കൂ, എന്താണ് 2 നമ്മുടെ ആത്തപ്പഴം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ സൂപ്പറാട്ടോ. അപ്പം എന്താണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ ആത്തപ്പഴം പറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവരും ഒന്ന് കാണണേ. അപ്പം എന്താ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ, ഒന്ന് കൂട്ടുകൂടെ ആക്കണം കേട്ടോ. പിന്നെ മറക്കല്ലേ. ബായ്.